അപ്പോ ഫുഡ് കഴിക്കാം. 20 മിനിറ്റ് എല്ലാവർക്കും ബ്രേക്ക്. നമുക്ക് കഴിക്കാം. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. കൊള്ളാം, നല്ല കഥയായി. നാഗർകോവിൽ വരെ വിശന്നിരിക്കണോ? ഇയാൾ എഴുന്നേറ്റ് വാ കഴിക്കാം. എടോ ഇത്ര നേരം ഇരുന്നല്ലേ, ഒന്ന് നടുവ് വെറുക്കുന്നത് നല്ലതാ. വാ. ആ ദേ അങ്ങോട്ടിരുന്നു. എന്താ കഴിക്കാണ്ടേ? എനിക്ക് ഊണ് മതി. അതെ, കുടുംബശ്രീ ഹോട്ടലിലെ ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. എന്തായാലും സ്പെഷ്യൽ എന്താന്ന് ചോദിച്ചു നോക്കാം. ഞാനേ ഒന്ന് ബാത്റൂം വരെ പോയിട്ട് വരാം. ഹലോ ബോസ്, ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ? ബസ്സിന് ഇനി ഉടനെ സ്റ്റോപ്പില്ല. എഴുന്നേക്കടാ, വല്ലതും കഴിക്കാം. വാ. അതെ, ഈ കൈയ്യഴുന്നവിടെ അങ്ങേ ഇருக்கு. വടാ. നോക്കടാ, തേടിയ വള്ളി കാലി ചുറ്റിയിരിക്കുന്നേ. ഇവള് ഈ ബസ്സിലുണ്ടായിരുന്നെന്ന് അറിഞ്ഞില്ലല്ലോ. മച്ചാനെ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇത് റിസ്കാ. വിഷ്ണു ആശാനുമായി അടുപ്പമുള്ള കുട്ടിയാ അത്. ഇടഞ്ഞാ പിന്നെ പിടിച്ചാ കിട്ടൂല വിഷ്ണു ആശാനെ. ഇതുപോലുള്ള ഒരുപാട് വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയൊക്കെ ഒതുക്കിയിട്ട് തന്നെയാടാ ഈ മാർട്ടിൻ മട്ടാഞ്ചേരി മാർട്ടിനായത്. നീ വാ, നമുക്ക് നോക്കാം. ഹലോ ഡാർലിംഗ്, എന്തുണ്ട് പിന്നെ? നമ്മൾ തമ്മിലൊരു സെറ്റിൽമെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിത്ര പെട്ടെന്നാവൂന്ന് ഞാൻ കരുതിയില്ല. ദൈവത്തിന്റെ ഓരോരോ കളികളെ. ആദ്യം നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് മാർട്ടിൻ, മട്ടാഞ്ചേരി മാർട്ടിൻ. പത്രവും ടിവിയൊക്കെ കാണുന്ന കൂട്ടത്തിലാണെങ്കിൽ മോക്കെന്റെ പേര് പരിചയം കാണും. ക്രൈം ന്യൂസിൽ കേരളത്തിലെ ക്രിമിനൽ ലോകത്ത് ഒരു VIP ആയിട്ട് വരും ഞാൻ. അതിനിപ്പോ ഞാൻ എന്ത് വേണം? എന്തു വേണമെന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, അങ്ങനെയുള്ള എന്നെയാ നീ വെല്ലുവിളിച്ചത്, അതും നടുറോഡിലിട്ട്. ഈ ബസ്സിൽ വന്ന് കയറാനുള്ളോണ്ട് അപ്പോ എനിക്ക് സമയം തീരെ കുറവായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട്. പോരെങ്കി ഇപ്പോ നിന്റെ കേസ് എനിക്കൊരു കൊട്ടേഷൻ കൂടിയാ. അപ്പൊ പിന്നെ ആ കണക്ക് നമുക്കങ്ങ് സെറ്റിൽ ചെയ്താലോ? ഡയലോഗ് അടിച്ച് പേടിപ്പിക്കണ്ട നീ. എന്റെ ദേഹത്ത് കൈവച്ചാ പിന്നെ നിനക്കെന്നെ കൊന്നിട്ട് പോവേണ്ടി വരും. ജീവിക്കാൻ വിടില്ല നിന്നെ ഞാൻ. നിനക്ക് ഈ ശാലിനി അറിയാത്തതുകൊണ്ട്. ചുമ്മാ പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ ഭീരുക്കളും എടുത്ത് പയറ്റുന്ന ഡയലോഗല്ലേ ഇത്? തൽക്കാലം നിന്നെ ഞാനങ്ങ് തൂക്കാൻ പോവാ. പട്ടാ പകൽ ഈ ജനം മുഴുവൻ നോക്കി നിൽക്കേ. വാ വാ.
ആടി ഇങ്ങോട്ട്. വരാൻ കിടന്ന് പിടക്കാളി. കിടിയോടെ പുണ്യാളെ ചതിച്ചു. വിഷ്ണു ആശാനോടായിരുന്നു ബസ്സിൽ. നേരത്തെ ഒരു വട്ടം വിട്ടതാ നിന്നെ ഞാൻ. പക്ഷെ പിന്നാലെ നീ ഇരന്ന് വന്നങ്ങ് ചോദിച്ചു. ഇനി നിനക്ക് ഞാൻ മനസ്സറിഞ്ഞ് തരാൻ പോവാ. ആശാനെ ആശാനോടെ കയറി കോർത്തത് അവന്റെ കാര്യം തീർന്ന്. എന്റെ പൊന്നു കൊച്ചെ, ആളറിയാതെ പറ്റിപ്പോയതാ. മാട്ടി മച്ചാൻ ഒരു അബദ്ധം പറ്റി. ആശാന്റെ ആളാണെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ. രക്ഷിക്കണം പ്ലീസ്. വിഷ്ണു ആശാന് ഭ്രാന്ത് കയറിയ മാട്ടി മച്ചാന്റെ ശവം ഇവിടെ വീഴുന്നുള്ള കാര്യം ഉറപ്പാ. പച്ചയ്ക്ക് കൊന്നു കുഴിച്ചിടാനും കെട്ടി തൂക്കാനൊന്നും ഒരു മടിയില്ലാത്ത കൊടും ഗുണ്ടയാ ഈ വിഷ്ണു ആശാൻ. എന്താ പറഞ്ഞ? ഗുണ്ടയോ? അതെ, എനിക്ക് അയാളെ ശരിക്കും അറിയാവുന്നതുകൊണ്ട് പറയാ. മാട്ടിമച്ചാന് കൊച്ചിയിൽ മാത്രമേ പിടിയുള്ളൂ. പക്ഷേ കേരളം മൊത്തം നെറ്റ്വർക്കുള്ള ഗുണ്ടാപ്പടയുടെ നേതാവ്